അപ്പോൾ ഒരു പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളോട് ഒരു വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ ഷക്ക് എന്നൊക്കെ പറയില്ലേ ഹിന്ദിയിൽ, അതേപോലെ നമ്മളെന്താ പറയുക, നമ്മൾ അത്രയും ഉറപ്പിച്ചൊരു സംഭവം പറയാണ്, ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ആ പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നിറവേറ്റണം. അത് പാലിക്കണം. അതിൻ്റെ ഒരു റൂളല്ല, മിനിമം ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളോട് വാഗ്ദാനം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല പറയണത്. മിനിമം ഒരു വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കാനുള്ള എന്തെങ്കിലും വേണം, മിനിമം. പക്ഷെ മെസ്സി അവിടെ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ റൊണാൾഡോ പാലിക്കലില്ല. നേരത്തെ പറഞ്ഞ പോലെ റൊണാൾഡോ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജിൽ എടുക്കുമെന്ന് പറഞ്ഞ് റൊണാൾഡോ എടുത്തില്ല. പക്ഷെ മെസ്സി എന്താണ് പറഞ്ഞ വാക്കുകളൊക്കെ അതേപടി പാലിക്കും. കാരണം നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മതി. മെസ്സി പ്രോമിസുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പ്രോമിസുകൾ നിറവേറ്റിയിട്ടുണ്ട്. ഇപ്പൊ 2018 എന്താണ് പറയാ, ഈ ഒരു റയൽ മാഡ്രിഡ് 3 ചാമ്പ്യൻസ് ലീഗ് അടുപ്പിച്ചെടുത്തിട്ട് മെസ്സി ഫാൻസും ബാഴ്സലോണ ഓമ്പി തെറ്റിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ മെസ്സി മൈക്ക് എടുത്തു എന്നൊരു ക്യാമ്പ് നൗവിൽ ഇറങ്ങിയിട്ട് പറയാണ്, ഇത്രയും ഫാൻസിനെ മുൻനിർത്തിയിട്ട് മെസ്സി പറയാണ്, ചാമ്പ്യൻസ് ലീഗ് വിൽ റിട്ടേൺ ടു ക്യാമ്പ് നൗ. ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പ് നൗവിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. മെസ്സി അത് പറഞ്ഞ് പാലിക്കുകയും ചെയ്ത്. ചാമ്പ്യൻസ് ലീഗ് വിൽ കം ബാക്ക് ടു ക്യാമ്പ് നൗ. മെസ്സി അത് പറയും, അതിനുശേഷം അത് പാലിക്കുകയും ചെയ്ത്. മെസ്സി ആ ഒരു വാഗ്ദാനം കൊടുക്കുക മാത്രമല്ല, അത് നിറവേറ്റുകയും ചെയ്ത്. നമ്മൾ കണ്ടതെന്നാണ് 2019 ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് എടുത്ത്, 2020 ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് എടുത്ത്, 2021 ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് എടുത്ത്, 2022 ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് എടുത്ത്, 2023 ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് എടുത്ത്. തുടർച്ചയായ 5 വർഷം മെസ്സി അങ്ങനെയാണ്. മെസ്സി എന്ന് പറഞ്ഞാൽ വെറുതെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ ആൾക്കാരെ മുന്നിൽ സംസാരിക്കില്ല. മെസ്സി എന്ന് പറഞ്ഞാൽ കാണിക്കും, ചെയ്ത് കാണിച്ചു തരും നിങ്ങൾക്ക്. തുടർച്ചയായ 2019 മുതൽ 2023 വരെ 5 വർഷം. ഇപ്പൊ നമ്മൾ പറയും റയൽ മാഡ്രിഡ് ഹാട്രിക് അടിച്ചില്ലെന്ന്. 5 വർഷമാണ് അവിടെ. 3 വർഷമാണ് 5 വർഷമാണ് വലുത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 5 വർഷം 2019 മുതൽ 2023 വരെ 5 വർഷം അടുപ്പിച്ചിട്ട് മെസ്സി എന്ത് ചെയ്തു, ചാമ്പ്യൻസ് ലീഗ് എടുക്കുകയും ഈ ഒരു ക്യാമ്പ് നൗവിലത്തെ ഫാൻസ് ഒന്നടങ്കം പറഞ്ഞ് മെസ്സിയാണ് കിങ്. മെസ്സി ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നു. ചാമ്പ്യൻസ് ലീഗ് ഈ ഒരു ഫാൻസ് മൊത്തത്തിൽ അന്ന് പറയണ്ടായി 2023. അതിനുശേഷമാണ് എന്ത് ചെയ്തത്, മെസ്സി ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് മിസ്റ്റർ UCL ആയതിന്റെ ശേഷമാണ് മെസ്സി എന്ത് ചെയ്തത്, ഈ ഒരു ബാഴ്സലോണയിൽ നിന്ന് വിട വാങ്ങിയിട്ട് എല്ലാവരെയും സമ്മതത്തോട് കൂടിയിട്ട് ബാഴ്സലോണയിൽ നിന്ന് വിട വാങ്ങുകയും അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇന്റർ മിയാമിക്ക് റിട്ടയർമെന്റ് പ്ലാനിന് വേണ്ടി പോവുകയും ചെയ്തത്. അതാണ് മെസ്സിയുടെ ക്ലബ്ബിൽ നടന്നത്.